ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് സീം സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. സീം സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലോത്ത് ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ ക്ലോത്ത് ജോയിൻ ചെയ്യും. അതും പല സ്ഥലങ്ങൾ നമുക്ക് ഓരോ സ്ഥലത്തിലും ആവശ്യമനുസരിച്ച് പല രീതിക്കായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സീം സ്റ്റിച്ച് എന്ന് പറയുന്നത്. കുറേ സീം സ്റ്റിച്ചസ് ഉണ്ട്. നമുക്കതിൽ 2-3 ഇതിൽ കാണാം. ആദ്യം നമുക്ക് ക്ലോത്ത് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലോത്തിൽ റോങ് പോർഷനും റൈറ്റ് പോർഷനും ഉണ്ട്. ഇതിൽ ഈ ഭാഗം കുറച്ച് ഡള്ളായിട്ടുണ്ട്, അത് റോങ് പോർഷനാണ്. ഇപ്പുറത്ത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്, അത് റൈറ്റ് പോർഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റും റോങ്ങും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്ലോത്ത്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഫസ്റ്റിലുള്ള ഒരു പീസ് നമുക്ക് എടുക്കാം. ഈ സൈഡ് കുറച്ച് കോണി ഇരിക്കുന്നത് അതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റ് സ്ട്രൈറ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങളത് സ്റ്റിച്ച് ചെയ്യാൻ. ഫസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിടണം, അതായത് ആ റൈറ്റ് സൈഡാണ് നമ്മൾ നിവർത്തിയിടേണ്ടത്. അതിൻ്റെ മുകളിൽ അടുത്ത ക്ലോത്ത് ഇടണം, അതിൻ്റെ റോങ് പോർഷനാണ് മുകളിൽ വരേണ്ടത്. ഫസ്റ്റ് ക്ലോത്ത് റൈറ്റ് സൈഡും അതിൻ്റെ മുകളിൽ ഇടുന്നത് റോങ് പോർഷനുമാണ് വരേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നിവർത്തി നോക്കുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും റൈറ്റ് സൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്ലോത്ത് അറേഞ്ച് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മളിതിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിന് നമുക്ക് ഈ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഒരു 1/2 ഇഞ്ച്, അതുപോലെ തന്നെ താഴെയും 1/2 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പ്ലേസിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ലൈൻ വരയ്ക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ലൈൻ വരയ്ക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ല, എനിക്ക് കറക്റ്റായി വരത്തില്ല എന്നുള്ളവർ ഇതുപോലെ ലൈൻ വരച്ചിട്ട് അതിൻ്റെ പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ഇട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ എൻഡ് ചെയ്യാനും. അപ്പോൾ നമ്മൾ ആ ലൈനിൻ്റെ പുറത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുമല്ലേ, ആ സ്റ്റിച്ചിൻ്റെ പേരാണ് സീം സ്റ്റിച്ച്. ഇത് ഒരു പ്ലെയിൻ സീം സ്റ്റിച്ചാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിപ്പുറത്ത് ഒരു 1/2 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. ആ 1/2 ഇഞ്ച് നിൽക്കുമല്ലോ, അതിൻ്റെ പേര് സീം അലവൻസ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിനി ഏത് ക്ലോത്ത്സ് സ്റ്റിച്ച് ചെയ്താലും സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ കളറിൽ ത്രെഡ് എടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡാണ് നമുക്ക് അവിടെ ഉള്ളത്, ഇപ്പുറത്ത് റോങ് സൈഡാണ് ഉള്ളത്. അവിടെയാണ് നമുക്ക് തയ്യൽ തുമ്പ് നിൽക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് ഇല്ലാത്ത പ്ലേസാണ് ഈ നല്ല ഭാഗം. ഈ പ്ലെയിൻ സീം സ്റ്റിച്ച് ആണെങ്കിൽ നമ്മുടെ ബ്ലൗസ് സൈഡൊക്കെ ജോയിൻ ചെയ്യാൻ യൂസ് ആവും. നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ സീം വിത്ത് സിംഗിൾ ടോപ്പ് സീം. അതിനായിട്ട് ഞാൻ 2 ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിൻ്റെ ഇപ്പുറത്തെ വശത്താണ് റൈറ്റ് സൈഡ്, അതുപോലെ ഈ സൈഡ് കുറച്ച് ഡള്ളായിട്ടുണ്ട്, അവിടെ റോങ് സൈഡാണ്. അതുപോലെ തന്നെ അടുത്തതിലും നമ്മൾ റൈറ്റ് സൈഡും റോങ് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഫസ്റ്റ് പീസ് നമ്മൾ ഇടുമ്പോൾ ആദ്യം റൈറ്റ് സൈഡാണ് മുകളിലോട്ട് വരേണ്ടത്. അതിൻ്റെ പുറത്ത് നമ്മൾ ഇടുന്ന പീസ് മുകൾ ഭാഗത്ത് റോങ് സൈഡാണ് വരേണ്ടത്. അങ്ങനെ 2 ക്ലോത്ത്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പഴയതുപോലെ തന്നെ ഒരു പ്ലെയിൻ സീം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ലൈൻ ഇട്ട് കൊടുക്കണമെങ്കിൽ ലൈൻ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എൻഡിലും നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ സീം വിത്ത് സിംഗിൾ ടോപ്പ് സീം. അപ്പോൾ പ്ലെയിൻ സീം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിംഗിൾ ടോപ്പ് സീം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ 2 അടിവശത്ത് 2 തയ്യൽ തുമ്പ് നിൽക്കുമല്ലേ, അത് ഒരു സൈഡാക്കി വെച്ചതിന് ശേഷം കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2 സ്റ്റിച്ച് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ എൻഡിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന അത് മാത്രം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ശകലം നീക്കിയിട്ട് ഒരു 1/4 ഇഞ്ചിൻ്റെ അകത്ത് തന്നെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ പാർട്ട് ഇതുവഴിക്ക് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റിച്ച് നമ്മൾ ഈ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഷോൾഡറിലൊക്കെ ഇത് യൂസ് ചെയ്യും.
കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്ത ആ 2 സ്റ്റിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സെയിം കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും കാണാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടെയുള്ള സീം സ്റ്റിച്ച് വിത്ത് സിംഗിൾ ടോപ്പ് സീം സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വേറൊരു രീതിക്ക് നമ്മൾ ക്ലോത്ത്സ് ജോയിൻ ചെയ്യുന്ന രീതിയാണ്. സ്റ്റിച്ചിനെ നമ്മൾ സിംഗിൾ ടോപ്പ് എന്ന് പറയുന്നത്. എന്തിനാ സിംഗിൾ ടോപ്പ് പറയുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ആ തയ്യൽ തുമ്പിനെ ഒരു സൈഡ് സിംഗിൾ സൈഡ് അങ്ങനെ ചേർത്ത് വിട്ടിട്ട് വേണം നമ്മൾ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് സിംഗിൾ ടോപ്പ് സീം സ്റ്റിച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്ലെയിൻ സീം വിത്ത് ഡബിൾ ടോപ്പ് സീം സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിൽ 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.